എനിക്ക് പഞ്ചായത്ത് നിന്ന് 5-6 ആടും കോഴി ഉണ്ടായിരുന്നല്ലോ. ആടും കോഴിയോ? ആടും കോഴിയല്ല, 6 ആടും 6 കോഴി. അതെന്താ എനിക്ക് തരാത്തെ? അത് പിന്നെ ആടും കോഴിയും കിട്ടിയില്ലെങ്കിലെന്താ? ചേച്ചിക്ക് പഞ്ചായത്തിൽ നിന്ന് 6 പൂച്ചക്കുഞ്ഞുങ്ങളെ പാസ്സായിട്ടുണ്ട്. പൂച്ചക്കുഞ്ഞുങ്ങളോ? പഞ്ചായത്തിന്നോ? എടി, നിന്റെ വീട്ടിൽ പെറ്റുകിടക്കുന്ന പൂച്ചക്കുഞ്ഞുങ്ങളെ എന്റെ തല കെട്ടിവെക്കാനുള്ള നിന്റെ അടവുണ്ടല്ലോ, അത് നിന്റെ കയ്യിലിരിക്കത്തുള്ളൂ. എന്റെ ആടും കോഴി നിന്റെ വീട്ടിലുണ്ടെന്ന് ഈ നാട്ടുകാര് മുഴുവൻ പറയുന്നുണ്ടായിരുന്നല്ലോ. നല്ലോണം പാടുന്നുണ്ടല്ലോ. കുറേശ്ശെ പാടും. അത് ശരി. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ പാടി സമ്മാനമൊക്കെ കിട്ടി. സ്കൂളിൽ പോയിട്ടുണ്ടോ താൻ? 9ാം ക്ലാസ് വരെ പോയി ചേച്ചി. ആഹാ. പിന്നെ പഠിക്കാൻ പൈസ ഒന്നും ഇല്ല, അപ്പൊ പിന്നെ പോയില്ല. അയ്യടാ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലെല്ലാരും ഉണ്ട്. ആഹാ. അച്ഛൻ, അമ്മ, ഭാര്യ, കുട്ടികൾ എല്ലാരും ഉണ്ട്. അത് ശരി. മക്കളൊക്കെ എന്ത് ചെയ്യാ? മക്കള് 2 കുട്ടികൾ പഠിക്കുക. മൂത്ത കുട്ടിയുടെ കല്യാണമാണ്. അയ്യോ, കല്യാണം കഴിക്കാറായ മോളുണ്ടോ നിങ്ങക്ക്? ഉണ്ട് ഉണ്ട്. കണ്ടാ പറയില്ല കേട്ടോ. അയ്യോ, അതെ, നേരത്തെ കല്യാണം കഴിച്ചു. ഞാൻ 19 വയസ്സിൽ കല്യാണം കഴിച്ചു. ആണോ? അന്ന് ഭാര്യക്ക് 14 വയസ്സ്. അയ്യോ, ചെറിയ കുട്ടിയായിരുന്നു. പ്രേമായിരുന്നു. എനിക്ക് തോന്നി. എന്താ പേര്? എന്റെ പേര് സത്യശീൽ റോയ്. സത്യൻ. ഇവിടെ പണ്ട് ഒരു വലിയ നടനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സത്യൻ. ഈ സത്യൻ പേരിൽ ഒരു ആള് ഞങ്ങളുടെ നാട്ടിലുണ്ട്. അത് ശരി. അവര് നല്ല സിനിമക്കാരൻ, സത്യജിത് റോയ്. എനിക്ക് പക്ഷെ അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല ഹിന്ദി സിനിമ. പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിൽ നല്ല പേരായിരുന്നു. അതെ. അവിടെ സത്യജിത് റോയ് ഉണ്ട്, രവീന്ദ്രനാഥ് ടാഗോർ. കേട്ടിട്ടില്ല രവീന്ദ്രനാഥ് ടാഗോർ? അതാരാ? അതെ, ജനഗണമന അധിനായക ജയ ഹേ അതൊക്കെ എഴുതിയ ആള്. അയ്യോ, അതെഴുതിയത് ഈ പറഞ്ഞ ആളാണോ? അയ്യോ, എനിക്കറിയില്ലായിരുന്നു. അവരൊക്കെ ഞങ്ങളുടെ നാട്ടുകാരാണ്. അത് ശരി. ഭാര്യയുടെ പേരെന്താ? അവരുടെ ഭാര്യയുടെ പേര് അറിയില്ല. അല്ല, നിങ്ങളുടെ ഭാര്യയുടെ പേര്? എന്റെ ഭാര്യയുടെ പേര് മംഗള റോയ്. എല്ലാരും എന്റെ അന്വേഷണം പറയണോട്ടോ. പറയാ. ഒരു ചേച്ചിയുണ്ട്, പറയാം. നിങ്ങൾ അത് മാത്രം പറയരുത്. നിങ്ങൾക്ക് ശ്രീധന മാറ്റി 2 ഏക്കർ റബ്ബറും തൈ നിങ്ങൾക്ക് തന്നില്ലേ? പക്ഷെ നിങ്ങൾ ആ റബ്ബറും തൈ മൊത്തം വെട്ടി മുറിച്ചില്ലേ മനുഷ്യ? മരമെല്ലാം പോട്ടെ, മനുഷ്യൻ വളരട്ടെ. അങ്ങനെ ഒരിക്കലും പറയരുത്. മരമാണ്. സസ്യങ്ങൾ അതിന്റെ ഇലയിൽ നിന്നാണ് ആഹാരം പാചകം ചെയ്യുന്നത്. ഞാൻ കണ്ടിട്ടില്ല ഒരു റബ്ബറും തൈ എന്റെ അടുക്കളയിൽ നിന്ന് ചമ്മന്തി അരയ്ക്കുന്നത്. ഹലോ, കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമല്ലേ? അയ്യോ ആണേ, പറ. ഇവിടെ വയറ്റിലെ വെള്ളം കയറി കേട്ടോ, ഇത് എങ്ങനെ ഇറങ്ങിപ്പോവും? വയറ്റിൽ വെള്ളം കയറിയാ ഇറങ്ങി പോകാനുള്ള കാര്യങ്ങളൊക്കെ ദൈവം തമ്പുരാൻ ഇട്ടിട്ടുണ്ടല്ലോ. അയ്യോ, അതല്ല, വയറ്റിലല്ല, വയറ്റിലെ ജംഗ്ഷനിലെ വെള്ളം കയറി, ഇത് എങ്ങനെ ഇറങ്ങി പോകും? ഞാനൊരു ചൂരവടിയായിട്ട് അങ്ങോട്ട് വന്നിട്ട് അടിച്ചിറക്കട്ടെ അവിടുന്ന്. അതിന് പേപ്പട്ടിയല്ലേ ഇവിടെ ചത്ത കേട്ടടാ നാറി. എന്റെ ദൈവമേ, നേരം വെളുക്കുമ്പോ തൊട്ട് ഓരോ കോൾ ഇങ്ങോട്ട് വന്നോടും. മഴ പെയ്യ്. അടുത്ത കോള്. ഹലോ, കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമല്ലേ? അങ്ങനെ പറഞ്ഞ ഒരു കെട്ടിട. പറ സാറേ, കുട്ടനാട് ഉണ്ണിയാണോ വിളിക്കുന്നത്? മുട്ടനാടിന്റെ ഉണ്ണിയൊക്കെ ഫോൺ ചെയ്ത് തുടങ്ങിയപ്പോ. അങ്ങനല്ലേ, ഇത് ചോര കുടിക്കുന്നല്ലേ? അയ്യോ അങ്ങനല്ല. പിന്നെ സാറേ, കുട്ടനാട് ഉണ്ണി എന്റെ പേരാ. ഉണ്ണി പറ. ഉണ്ണി എന്നാ വിളിച്ചേ? ഞങ്ങളുടെ ഈ ഭാഗത്ത് മഴയിൽ ഒരു മഴ തരാമോ? അയ്യോ, നടക്കുകയല്ല കേട്ടോ. ഒരു മഴ ഉണ്ടായിരുന്നു, ഒരു ലോങ് ഓട്ടം പോയി കന്യാകുമാരി പെയ്തോണ്ടിരിക്കുക. നാളെ ഉച്ച കഴിഞ്ഞ് വരുമ്പോ തിരിച്ച് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിടാം. എന്നാ പറയുന്നു? പളനിക്ക് പോവാൻ ട്രാവലർ ബുക്കാൻ വിളിച്ചല്ലേ? മഴയ്ക്ക് വേണ്ടിട്ട് വിളിച്ചാണ്. എന്റെ സുഹൃത്തെ, നിങ്ങൾ പറയുന്ന പോലെ പെട്ടെന്നൊന്നും മഴ പെയ്യത്തില്ല. കാരണം ഇപ്പൊ പുള്ളി രാത്രി കിടന്ന ഉറക്കമില്ല. അതായത് കിടക്കും, ബെഡിൽ നിന്ന് ചാടി എഴുന്നേക്കും, പിന്നെ കുറച്ചു നേരം കിടക്കും, പിന്നെയും ചാടി എഴുന്നേക്കും. ഇങ്ങനെ ഒരു 10-12 പ്രാവശ്യമെങ്കിലും ചാടി എഴുന്നേക്കും പുള്ളി. ഉറക്കമില്ല. എന്താ ഇൻസോംനിയ? അയാളൊന്നുമില്ല, വീരാനിക്ക മാത്രം. അല്ല, ഞാൻ ചോദിക്കുന്ന, അങ്ങനെ ഉറക്കം പ്രശ്നമുള്ളവർക്ക് ഒന്നുകില് ഈ നല്ല മദ്യപിക്കുന്ന ആൾക്കാർക്ക് ഈ പ്രശ്നമുണ്ട്. അങ്ങനത്തെ കുടി വല്ലതും ഉണ്ടോ വീരാനിക്കയ്ക്ക്? അങ്ങനെയൊന്നുമില്ല. ഒരു ഡോക്ടറെ കണ്ടു. ആ ഡോക്ടറെ കണ്ടേ പിന്നെയാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. അല്ല, കള്ളു കുടിക്കുന്നതിന് കണ്ടോ? അല്ലല്ല, ഒരു ഡോക്ടറെ കണ്ട് ഈ കാര്യം പറഞ്ഞു, ഈ ഉറക്കമില്ലായ്മയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ആ ഡോക്ടറെ കണ്ട ഞാൻ അയാളുടെ ചെവിക്കുറ്റിക്ക് അടിക്കും. ഞാൻ എന്താ പറഞ്ഞു? ആ ഡോക്ടർ പറഞ്ഞു കിടക്കണേന് മുമ്പ് പുള്ളി കഴിക്കൂന്ന് പറഞ്ഞപ്പോ പറഞ്ഞു കിടക്കണേന് മുമ്പ് ഒരു വെഗ് വേണമെങ്കിൽ കഴിച്ചോളാൻ പറഞ്ഞു. അപ്പൊ പുള്ളി കിടക്കും, എഴുന്നേക്കും, എന്നിട്ട് ഒരു വെഗ് കഴിക്കും, പിന്നെ കിടക്കും, എഴുന്നേക്കും, ഒരു വെഗ് കഴിക്കും. അങ്ങനെ നേരം വെളുക്കുമ്പോഴേക്ക് ഒരു 12 വെഗ് പുള്ളി കഴിച്ചിട്ടുണ്ടാവും.
ഓക്കെ ശരി. പുട്ട് എങ്ങനെ ഉണ്ടാക്കും? പുട്ടുപൊടി എടുക്കുക. പുട്ടുപൊടി എന്ന് പറഞ്ഞാ പുട്ടുപൊടി കിട്ടും വാങ്ങിക്കാൻ. പുട്ടുപൊടി എന്ന് പറയുമ്പോ അത് എന്തിന്റെ പൊടിയാണ്? പുട്ടിന്റെ പുട്ടുണ്ടല്ലോ, അരിപ്പൊടി. പുട്ടു. ശരി, കാസർഗോഡ് മസാലപ്പുട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ശ്രീവിദ്യ ആണെങ്കിൽ ഭയങ്കര എക്സ്പെർട്ടാ. എന്താണ് മസാലപ്പുട്ട്? അതിൽ ഏത് മസാലയും നമ്മൾ ഇടുക? ഞാൻ ചിക്കൻ കറിയിൽ വരെ സാമ്പാർ മസാല ഇടാറുണ്ട്. ചിക്കൻ കറിയിൽ വരെ സാമ്പാർ. എന്താ ഇതിന്റെ ടേസ്റ്റ്? ആകെ സ്വന്തം അച്ഛനെടുത്തിടാ. എന്ത് മസാലയും നമ്മൾ ഇടുക? പുട്ട് മസാല. അങ്ങനെ പ്രത്യേകിച്ച് ഞാനിതൊരു പുട്ടിന്റെ മസാല കണ്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് സാമ്പാറും ചിക്കനും മിക്സ് ചെയ്തിട്ട് കുഴപ്പമുണ്ടോ? ഞങ്ങൾക്ക് കുഴപ്പമില്ല. എനിക്കൊന്നും നിനക്കെന്തോ കുഴപ്പം.